അത്തം 10 തിരുവോണം എന്നാണല്ലോ ചൊല്ല്. എന്നാൽ അത്തം മുതൽ തിരുവോണം വരെ പൂവിടുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത, എന്താണ് അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പലർക്കും അറിയില്ല. അത്തം സൂര്യദേവന്റെ ജന്മനാളാണ്. അത്തം മുതലുള്ള എല്ലാ പൂക്കളങ്ങളിലും തുമ്പയും മുക്കുറ്റിയും പ്രധാന ഇനങ്ങളാണ്. ചിത്തിര പൂക്കളത്തിൽ പ്രധാനം വെളുത്ത പുഷ്പങ്ങളാണെങ്കിൽ ചോദ്യനാളിൽ പൂക്കളം മുക്കുറ്റിയാൽ നിറയണമെന്നാണ്. വിശാഖം നാളിൽ വൃത്താകൃതിയിൽ പൂക്കൾ ഇടകലർത്തിയാണ് കളമൊരുക്കുക. അനീഴം നാളിൽ പൂക്കളം 5 നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് 5 വരിയെ നിർമ്മിക്കണം. തൃക്കേട്ടയ്ക്ക് പൂക്കളം 6 നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാവണമെന്നാണ് വിശ്വാസം. മൂലനാളിൽ മൂടുവോളം പൂ എന്നാണ് പറയുക. പൂരാട നാളിൽ പൂരപ്പറമ്പ് വരെ നീളുന്ന പൂക്കളം ഒരുക്കണമെന്നാണ്. അതിൽ കാക്കപ്പൂ പ്രധാനവുമാണ്. ഉത്രാടം നാളിൽ സമൃദ്ധമായി പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. തിരുവോണ നാളിൽ തൃക്കാക്കരയപ്പന്റെ വരവുമായി. പണ്ട് നാട്ടുപൂക്കളായിരുന്നു പൂക്കളം അലങ്കരിച്ചിരുന്നത് എങ്കിൽ എന്നാൽ ഇപ്പോൾ കാലം മാറി. മഹാബലിയുടെ ഇഷ്ടപുഷ്പമാണ് തുമ്പ. ചാണകം മെഴുകിയ തറയിൽ തുമ്പയും തുളസിയും കൊണ്ട് കുറ്റവരി അത്തത്തിന് തിരുവോണമാകുമ്പോൾ അത് 10 വരിയാകും. അത്തപ്പൂക്കളത്തിന് തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. അത്തം മുതൽ തിരുവോണം വരെ തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരിക്കുവാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കിയിരുന്നത്. എന്നാൽ തൃക്കാക്കരയിൽ നിന്ന് ദൂരെ വസിക്കുന്നവർക്ക് തൃക്കാക്കരയപ്പന്റെ അടുത്ത് ചെന്ന് പൂക്കളം ഒരുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ സങ്കട നിവർത്തിക്കായി വീടുകളിൽ തന്നെ പൂക്കളം ഒരുക്കി അതിൽ തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുമതി നൽകിയെന്നും അതിൽ പിന്നെയാണ് വീടുകളിൽ പൂക്കളം ഒരുക്കി തുടങ്ങിയതെന്നും പറയപ്പെടുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ ചക്രവർത്തിയായിരുന്ന മഹാബലിയെ കൊണ്ടുപോയി തന്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരു ദിവസം ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ ചക്രവർത്തിക്ക് വാമനൻ അനുമതി നൽകിയെന്നും അതിന് പ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എഴുന്നള്ളുന്ന മാവേലിയെ സ്വീകരിക്കാനാണ് പൂക്കളം ഒരുക്കുന്നതെന്നും കരുതപ്പെടുന്നു. മലയാളികളുടെ ഈ വർഷത്തെ ഓണക്കാലം വന്നെത്തിയിരിക്കുന്നു. ഏവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ആയിക്കോട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.